വാട്സപ്പ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ആര് ചോദിച്ചാലും നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കണം. നമ്മളെ ഫോൺ നമ്പർ, വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ കൊടുത്താൽ മാത്രമാണ് വാട്സപ്പിൽ ഒരാൾക്ക് കോൺടാക്ട് ചെയ്യാനാവും. ഇതൊരുപാട് പ്രൈവസി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വാട്സപ്പ് കുറേയായി യൂസർ നെയിം നമുക്ക് തിരയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. കുറേ കാലമായി ഇത് വരും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ യൂസർ നെയിം ഉപയോഗിച്ചിട്ടല്ലേ ചാറ്റ് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നതൊക്കെ. അതേപോലെ തന്നെ വാട്സപ്പിലും നമുക്ക് യൂസർ നെയിം ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റം കുറേ കാലമായി വരും എന്ന് പറയുന്നത്. ഇപ്പം നമുക്കത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിക്ക് യൂസർ നെയിമിൻ്റെ റിസർവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ റിസർവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ അവൈലബിൾ ആക്കി നമുക്കിഷ്ടമുള്ള ഒരു യൂസർ നെയിം അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ സെറ്റ് ചെയ്ത യൂസർ നെയിം വാട്സപ്പ് വേറെ ആർക്കും കൊടുക്കില്ല. നമുക്കിഷ്ടമുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ നെയിം നമുക്ക് ഇപ്പോൾ റിസർവ് ചെയ്ത് വെക്കാം. അതെവിടെയാ ഓപ്ഷൻ വന്ന് നോക്കുക. നമ്മൾ യൂസർ നെയിം വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർക്കും നമ്പർ കൊടുക്കണ്ടെന്ന് അറിയുന്നൊലിക്കും അറിയാത്തൊലിക്കും മാണ്ടിയൊലിക്കും മാണ്ടാത്തൊലിക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ നമ്മൾ നമ്പർ കൊടുക്കുന്നില്ലേ. ഇനി ആർക്കും നമ്പർ കൊടുക്കണ്ട. യൂസർ നെയിം വന്നു കഴിഞ്ഞാൽ നമ്മളെ യൂസർ നെയിം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ യൂസർ നെയിം നമുക്ക് വാട്സപ്പിൽ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് റിസർവ് ചെയ്ത് വെക്കേണ്ടി എടുത്താണെന്ന് നോക്കുക. വാട്സപ്പ് തുറന്നിട്ട് വലത് ഭാഗത്തുള്ള 3 കുത്തിയിട്ട് അതിന്റെ സെറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് പോയാൽ 2 ഭാഗത്തൂടെ നമുക്ക് ഇവിടെ പോവാം. ഒന്നാമത്തെ നമ്മളെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് പുതിയ ഓപ്ഷൻ വന്നിക്ക് അവിടെ റിസർവ് യൂസർ നെയിം എന്നുള്ള ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ഇതിലൂടെ അക്കൗണ്ട് അറിയാം. അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ യൂസർ നെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താലും നമുക്കിവിടെ ക്രിയേറ്റ് യൂസർ നെയിം ഉണ്ട്. ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു യൂസർ നെയിം ഇവിടെ സെറ്റ് ചെയ്യുക. ഇതെൻ്റെ യൂസർ നെയിം ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ യൂസർ നെയിം അവൈലബിൾ ആകുന്ന സമയത്ത് ഈ യൂസർ നെയിം വെച്ച് എന്നോട് ചാറ്റ് ചെയ്യാമെന്നും വിചാരിക്കേണ്ട. ഇത് ഞാൻ മാറ്റും. മുത്തൂസ് 111 പറഞ്ഞിട്ട് ഒരു യൂസർ നെയിം ഞാൻ അവിടെ കൊടുത്ത് സേവ് കൊടുക്കും. ഇത് നമ്മൾ കൊടുക്കുന്ന അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അത് അവൈലബിൾ ആണ്, അതവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് റിസർവ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് വാട്സപ്പ് ആർക്കും കൊടുക്കുകയില്ല. അത് എനിക്ക് മാത്രമുള്ളതാണ്. ഇനി നമുക്ക് ഇത് മാറ്റണമെങ്കിലും ഒക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എഡിറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ ഇതാ ചേഞ്ച് യൂസർ നെയിം ഉണ്ട്. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് യൂസർ നെയിം ഉണ്ട്. ഇവിടെ ചേഞ്ച് യൂസർ നെയിം ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. പിന്നെ കോൺടാക്ട് ബൈ യൂസർ നെയിം എന്നുള്ള ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. എവരി വണ്ണും പീപ്പിൾ ഹൂ നോ മൈക്ക് എന്നുള്ള 2 ഓപ്ഷൻ. അപ്പോൾ എവരി വണ്ണ് തന്നോട്ട് ആർക്കും നമ്മളോട് യൂസർ നെയിം വെച്ച് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. നല്ല അടിപൊളി ഒരു യൂസർ നെയിം നിങ്ങൾ റിസർവ് ചെയ്താണ് വെച്ചിട്ടോ. പിന്നെ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിക്കില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്ക്. ഇത് കോടിക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കേണ്ടിയല്ലേ, എല്ലാവർക്കും ഒന്നിച്ചങ്ങ് കൊടുക്കാനാകില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, വന്നിക്കില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ വരും. അപ്ഡേറ്റ് ചെയ്തിട്ടും വന്നിക്കില്ലേ അടുത്ത അപ്ഡേറ്റിൽ വന്നോളൂ. എന്തായാലും വരാണ്ടിരിക്കില്ല. സംഭവം അടിപൊളിയല്ലേ. വാട്സപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളെ ചങ്ങായിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. എന്നിട്ട് നമുക്കൊരു ലൈക്ക് അടിച്ചേക്ക്, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യും. താങ്ക് യു സോ മച്ച്.